മോർണിംഗ്. പുട്ട്, ദോശ, ചപ്പാത്തി, ഇഡ്ലി, പിന്നെന്താണത്, നൂൽപുട്ട്, ഒന്നും കേൾക്കില്ലേ അവർക്ക്? ഗുഡ് മോർണിംഗ്. ആ അത് കുറച്ചും കൂടി നല്ല. ഒന്നും കൂടി. ഗുഡ് മോർണിംഗ്. ഇഷാൻ, ഗുഡ് മോർണിംഗ്. ഷായു, ഗുഡ് മോർണിംഗ്. അങ്ങനെ. അപ്പോ എല്ലാവരും പറയണം, ഇന്ന് എന്താണ്? വേൾഡ് എൻവയറൺമെന്റ് ഡേ. അപ്പൊ ഈ വേൾഡ് എൻവയറൺമെന്റ് ഡേയുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ കഴിഞ്ഞ കൊല്ലവും വേൾഡ് എൻവയറൺമെന്റ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എൻവയറൺമെന്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? കുട്ടികള് അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് റിദാൻ മാത്രമേ ഉണ്ടായിരുന്നു, അല്ല ഉഷ? കഴിഞ്ഞ കൊല്ലം റിദാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മൾ വേൾഡ് എൻവയറൺമെന്റ് ചെയ്തപ്പോ റിദാൻ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി കുട്ടികൾ പുതിയ കുട്ടികൾ. ഓക്കെ, വിസ്മയ ഉണ്ടായിരുന്നില്ല? അല്ല, ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ, എല്ലാവരും കേൾക്കുക. നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ എന്താ ചെയ്യാൻ പോണത്? 2-3 കാര്യങ്ങൾ. വേൾഡ് എൻവയറൺമെന്റ് ഡേന്റെ തീം ഉണ്ടല്ലോ. വേൾഡ് എൻവയറൺമെന്റ് തീം ഷായു കേൾക്കാങ്ങൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെടി പിടിപ്പിക്കണം. എല്ലാവരും ചെടി കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാവരും ചെടി കൊണ്ടുവന്നിട്ടുണ്ടോ? എല്ലാവരും ചെടി കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ എല്ലാം ചെടി എവിടെ പിടിപ്പിക്കുക? തലയിലോ? ചെടിയിൽ പിടിപ്പിക്കോ? എവിടെ ചെടി പിടിപ്പിക്കുക? അപ്പൊ ഇത് ചെടിയിൽ പിടിപ്പിക്കുക എന്ന് പറയുന്നത്. മണ്ണ് എവിടെ? അവിടെയോ? ചട്ടി വെച്ചിട്ടുണ്ടോ അമ്മർത്ത്? അപ്പൊ ചട്ടിയുടെ ഉള്ളിൽ മണ്ണ്, മണ്ണിന്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്ന ചെടികള്. സോ ടുഡേ ഈസ് വേൾഡ് എൻവയറൺമെന്റ് ഡേ and everybody has brought some plants and we are going to plant these plants in the flower pots. So are you ready? Yes, we are ready. Yes, I am ready. Are you ready? അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരു പ്ലെഡ്ജ് എടുക്കണം. എന്താ പ്ലെഡ്ജ്? ഇപ്പൊ വിസ്മയ പറഞ്ഞു ഞാൻ വേണ്ടാത്ത സംസാരിക്കില്ല, കുട്ടികളെ ഉപദ്രവിക്കില്ല. ഇപ്പോ നമ്മുടെ ശ്രാവൺ കൃഷ്ണ പറഞ്ഞു ഞാൻ കുട്ടികളെ ഉന്തില്ല, പറഞ്ഞല്ലോ നീ. അതേമാതിരി തന്നെ ഇന്ന് നമുക്കൊരു പ്ലെഡ്ജ് എന്താ എടുക്കേണ്ടത്? നമുക്ക് പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല. എന്താണ് യൂസ് ചെയ്യാൻ പാടില്ല? പ്ലാസ്റ്റിക്. അപ്പൊ പ്ലാസ്റ്റിക് എന്താണ്? കൊണ്ടുവന്നിട്ടില്ല, ചെടിയും പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ പറഞ്ഞല്ലോ ഞാൻ. പ്ലാസ്റ്റിക്കും ചെടിയും ഇന്നത്തെ വിഷയമാണ്. അപ്പൊ പ്ലാസ്റ്റിക് എന്താണെന്ന് അറിയോ? ഉദാഹരണം എന്താണ് പ്ലാസ്റ്റിക്? അങ്കിൾ കാണിച്ചു തരാം. എല്ലാവരും ചെടി കണ്ടിട്ടുണ്ടോ? ധ്രുവ ചെടി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നൈനിക ചെടി? गोविंद आपने झाड़ देखा है, छोटा वाला प्लांट? और प्लास्टिक की बोतल देखी है आपने? ओके, ये देखो. आपको എല്ലാവരും പറയണം അങ്കിൾ എന്താ കാണിക്കുന്നത്. ഇതിനെന്താ പറയാ? ഇതിനെന്താ പറയാ? നമുക്ക് എല്ലാവർക്കും എന്താ ചെയ്യേണ്ടത്? ചെടിയെ വെക്കണം. എവിടെ വെക്കുക? ഫ്ലവർ പോട്ട്സിൽ. We are going to plant these plants in the flower pot. ഷായു, ഇതെന്താണിത്? ചെടി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? ഓരോ ആൾക്കാരായിട്ട് പോയിട്ട് ഫ്ലവർ പോട്ടിൽ നമ്മൾ വെക്കും. സോ ആർ യു റെഡി? ഇതെന്താണ്? എന്ത് ബോട്ടിലാണിത്? എന്ത് ബോട്ടിലാണിത്? പ്ലാസ്റ്റിക് ബോട്ടൽ. എന്താ പറയുന്നത്? പ്ലാസ്റ്റിക് ബോട്ടൽ. പ്ലാസ്റ്റിക്സ് നമ്മുടെ എർത്തിന് നല്ലതാണോ മോശമാണോ? മോശമാണ്. അപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ അത് പെറുക്കിയിട്ട് നമ്മൾ കളയണം. അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് കുറെ ഹാനികരമായിട്ട് ഡിസീസസ്, ക്യാൻസർ മറ്റു സാധനങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക്സിൽ നിന്നാണ് വരിക. മനസ്സിലായില്ലേ? गोविंद, कभी भी प्लास्टिक की बोतल इस्तेमाल नहीं करना चाहिए, इससे बहुत बहुत बीमारी आता है. तो आप सड़क पर जाते वक्त कभी भी प्लास्टिक की बोतल देखेंगे तो उसको उठाएंगे और कचरे के डिब्बे में आप डालेंगे. ठीक है? गुड. हेलो युवराज, प्लास्टिक बोतल നല്ലല്ല. അപ്പൊ റോഡിൽ പോകുമ്പോ ബോട്ടിൽ ഇങ്ങനെ കിടക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ബോട്ടിലിനെ എടുത്തിട്ട് എവിടെ കൊണ്ടിടുക? ഡസ്റ്റ്ബിന്നിൽ. എവിടെ ഇടുക? അപ്പൊ ഇത് ബാഡ്. എന്താണത്?
Bag. Bag. Danvik. Bag. 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 Ridan. Bag. അപ്പൊ ഇന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന് പ്ലാന്റ്. എന്താ പറയാ? പ്ലാന്റ്. ചെടി ഇംഗ്ലീഷിൽ എന്താ പറയാ? പ്ലാന്റ് നമ്മൾ എവിടെ വെക്കുക? ഫ്ലവർ പോട്ടിൽ. അല്ലെങ്കിൽ മണ്ണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്ലാന്റ് വെച്ചിട്ട് നന്നായി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ, നന്നായി ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് എന്താവും? വലുതായിട്ട് ബിഗ് ആയിട്ട് മരമായിട്ട് മാറും. പിന്നെ മരത്തിൽ എന്തുണ്ടാവും? ആപ്പിൾ, വൈതനങ്ങ, മാതളങ്ങ, പിന്നെന്തുണ്ടാവും? അപ്പൊ മാങ്ങ ഉണ്ടാവും, മാംഗോ ഉണ്ടാവും, പിന്നെന്തുണ്ടാവും? കൊയ്യക്ക ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും, എന്തുണ്ടാവും? അരി. ആ ഗുഡ്, അരി കിട്ടും. പിന്നെ അച്ഛൻ വരില്ലേ? പൈനാപ്പിൾ കിട്ടും. പിന്നെന്താ കിട്ടുക ചെടി വെച്ചാല്? ആ പൈനാപ്പിൾ കിട്ടും. ഓറഞ്ച് കിട്ടും. പിന്നെന്ത് കിട്ടും? നിമ്മി ചെടി വെച്ചാൽ ചെടിക്ക് എന്തൊക്കെ കിട്ടുക? ആപ്പിൾ കിട്ടും. എന്ത് കിട്ടും? ഓറഞ്ച് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. വേറെ എന്താ കിട്ടുക? വേറെ കാര്യം കൂടി, സാധനം കൂടി പറ. ഓറഞ്ച് അല്ലാതെ പിന്നെന്താ കിട്ടും? പറ. ചെടിയിൽ എന്തൊക്കെ കിട്ടുക? ചെടിയിൽ എന്തൊക്കെ കിട്ടുക?